ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ട്രാവൽ വേൾഡ് ഉള്ളത് പുതുപ്പള്ളി സെൻറ്റ് ജോർജ് യാക്കോബായ സുറിയാനി പള്ളിയിലാണ്. പുതുപ്പള്ളി ചങ്ങനാശ്ശേരി റോഡിന് സമീപമാണ് പുതുപ്പള്ളി. ഞങ്ങൾ ഈ വഴി കടന്നു പോയപ്പോൾ പള്ളിയിൽ കയറിയതാണ് കേട്ടോ. അപ്പോൾ ഒരു വീഡിയോ ആയിട്ട് എടുക്കാമെന്ന് വിചാരിച്ചു. ആമേമോള് തുള്ളിച്ചാടി നടക്കുന്നുണ്ട്. ഒരുപാട് ചരിത്രം ഉറങ്ങി കിടക്കുന്ന പള്ളിയാണ് പുതുപ്പള്ളി. നമ്മൾക്ക് ഒരുപാട് പറയാനുണ്ട് പുതുപ്പള്ളിയെക്കുറിച്ച്. അപ്പോൾ നമ്മൾ ആദ്യം തിരി മേടിക്കാനാണ് പോകുന്നത്. പള്ളിയോട് ചേർന്ന് തന്നെ തിരി വിൽക്കുന്ന സ്ഥലമുണ്ട്. അവിടെ ആണ് കേട്ടോ കുർബാന പണമൊക്കെ കൊടുക്കുന്നത്. അവിടെ നിന്ന് തിരി എല്ലാം കിട്ടും. എണ്ണ, തിരി, പിന്നെ കുർബാന പണമൊക്കെ ഇവിടെയാണ് കൊടുക്കുന്നത്. ഇവിടെ ആളില്ല കേട്ടോ. ഇടദിവസമായതുകൊണ്ട് സെക്യൂരിറ്റി അങ്ങോട്ട് എവിടേക്കോ മാറിയതാണ് കേട്ടോ. അപ്പോൾ സെക്യൂരിറ്റി വന്നു, ഞങ്ങൾക്ക് തിരി തന്നു. ഞങ്ങൾ തിരി കത്തിക്കാൻ പോവുകയാണ്. അങ്ങനെ ഞങ്ങളെല്ലാവരും മെഴുകുതിരിയെല്ലാം കത്തിച്ച് പ്രാർത്ഥിച്ച് ഇനി പള്ളിയുടെ അകത്ത് കയറാൻ പോവുകയാണ് കേട്ടോ. നവംബർ മാസം 18 ഇവിടെ വലിയൊരു അത്ഭുതം നടക്കുകയുണ്ടായി. ഈ ദേവാലയത്തിലെ ഇടവകാംഗമായ മല്ലയിൽ ശ്രീമതി അന്നമ്മ ചാക്കോയുടെ ഭവനത്തിൽ സ്ഥാപിച്ചിരുന്ന മാതാവിൻ്റെ രൂപത്തിൽ നിന്നും പരിശുദ്ധ ദൈവമാതാവിൻ്റെ കണ്ണുകളിൽ നിന്ന് 2018 നവംബർ മാസം 18 പരിമള വാസനയുള്ള കണ്ണുനീർ കണങ്ങൾ പ്രവഹിക്കുകയുണ്ടായി. വളരെ അത്ഭുതം നിറഞ്ഞ ഒരു കാര്യമായിരുന്നു കേട്ടോ. നമുക്കത് നേരിട്ട് കാണാൻ പറ്റിയില്ല. പള്ളിയിൽ വന്നപ്പോൾ നമുക്കത് കാണാൻ സാധിച്ചു. അനേകം വിശ്വാസികൾ ഈ ദിവ്യ അത്ഭുതം ദർശിച്ചു. തുടർന്ന് ഈ ചിത്രം പ്രാർത്ഥനയോടെ പുതുപ്പള്ളി സെൻറ്റ് ജോർജ് യാക്കോബായ സുറിയാനി പള്ളിയിൽ കൊണ്ടുവന്ന് പ്രതിഷ്ഠിക്കുകയും അതിനുശേഷവും വിവിധ ദിവസങ്ങളിൽ ഇതേ അത്ഭുതം തുടരുകയുണ്ടായി. അപ്പോൾ നമ്മൾ പള്ളിയിൽ ഇവിടെ അടുത്തുള്ളവരോടൊക്കെ ചോദിച്ചു. അപ്പോൾ അവർക്കൊക്കെ അത് കാണാനുള്ള ഭാഗ്യം ഉണ്ടായി. നേരിട്ട് കണ്ടു. ആ ചേച്ചിയുടെ വീട്ടിൽ ഈ ഫോട്ടോയിൽ നിന്ന് മാതാവിൻ്റെ കണ്ണിൽ നിന്ന് വരുന്ന പരിമള വാസനയുള്ള കണ്ണുനീർ കണങ്ങൾ അവർക്കൊക്കെ നേരിട്ട് കാണുവാൻ കഴിഞ്ഞു കേട്ടോ. നമ്മൾ പള്ളിയിൽ നിന്ന് പുറത്തേക്ക് പോവുകയാണ്. ഇവിടെ വളരെ മനോഹരമായ പ്രദേശമാണ് കേട്ടോ. പള്ളിയും ചുറ്റുമുള്ള ദേശം വളരെ മനോഹരമാണ്, നല്ല ഭംഗിയാണ്. സായാഹ്നമായതുകൊണ്ട് തന്നെ അതിൻ്റെ ഭംഗി ഒന്നുകൂടെ വർദ്ധിച്ചിരിക്കുകയാണ്. ഒരുപാട് വാഹനങ്ങൾ പോകുന്നുണ്ട്. വഴിയോര കച്ചവടങ്ങൾ ഒരുപാടുണ്ട് കേട്ടോ. പള്ളിയുടെ ഈ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഈ റോഡ് സൈഡിലായിട്ട് ഒരുപാട് കച്ചവടക്കാരുണ്ട്. ചായ, കടികൾ, ബജി എന്ന് വേണ്ട എല്ലാ സാധനങ്ങളും ഉണ്ട്. അടിപൊളി ഒരു അറ്റ്മോസ്ഫിയറാണ് അവിടെ ചെല്ലുമ്പോൾ നമുക്ക് കിട്ടുന്നത്. ഇപ്പോൾ ഞങ്ങളിവിടെ നിന്ന് ചായ മേടിക്കുകയാണ്. ഒരുപാട് പലഹാരങ്ങളൊക്കെ ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ 2 ഉള്ളിവടയാണ് മേടിച്ചത്. 2 ഉള്ളിവട മേടിച്ചു. പിന്നെ
ചായയാണ് കേട്ടോ മേടിച്ചത്. അടിപൊളി ടേസ്റ്റായിരുന്നു കേട്ടോ, സൂപ്പറായിരുന്നു. ഇവിടെ വരുന്നവരെല്ലാം ഇവിടെ കയറി ചായയൊക്കെ കുടിച്ചിട്ടാണ് പോകുന്നത്. ഒരുപാട് പേര് വരുന്നുണ്ട്, നല്ല രസമല്ലേ. അപ്പോൾ ഇവിടെ നിന്ന് നോക്കിയാൽ പള്ളി കാണാനും അടിപൊളിയാട്ടോ. മൊത്തത്തിൽ അടിപൊളിയല്ലേ. അപ്പോൾ നൈറ്റിലെ കാര്യം പിന്നെ പറയണ്ടല്ലോ, ഇതിലും അതിമനോഹരമായിരിക്കും, നല്ല ഭംഗിയായിരിക്കും. ഇപ്പം തന്നെ നല്ല രസമുണ്ട് കാണുവാനായിട്ട്. അപ്പോൾ രാത്രിയിലെ കാര്യം പറയണ്ടല്ലോ, നല്ല തിരക്കായിരിക്കും. ഇപ്പം തന്നെ നല്ല തിരക്കുണ്ട്. അപ്പോൾ അടിപൊളിയായിരുന്നു. ആകാശം കാണാൻ വളരെ ഭംഗിയല്ലേ. ഇതിലും ഭംഗിയാണ് കേട്ടോ നേരിട്ട് കാണാനായിട്ട്. ഇതിലത്രയ്ക്ക് ഭംഗി അങ്ങ് കിട്ടിയിട്ടില്ല, പക്ഷേ നേരിട്ട് കാണുമ്പോൾ അടിപൊളിയാണ്. അങ്ങനെ നമ്മൾ പള്ളിയിൽ നിന്ന് വീണ്ടും യാത്രയാവുകയാണ്, പോവുകയാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഈ കൊച്ചു വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ഞങ്ങൾ ഇവിടുന്ന് വീണ്ടും നമ്മുടെ പിറവത്തേക്ക് യാത്ര തിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, വീഡിയോ കാണുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ബൈ.